മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ആവോളം കാത്തിരിക്കാന്നുണ്ടെങ്കിൽ ആറോളം കാത്തിരുന്നൂടെന്ന്. അല്ലെങ്കിൽ ഈ ഒരു അർത്ഥത്തിന് നമ്മുടെ പല ആളുകളുടെയും പ്രവൃത്തി കാണുമ്പോൾ ഇതാണ്. രാവിലെ സുബഹി മുതൽക്ക് നോമ്പ് നോറ്റ് കാത്തിരിക്കണം ഇഫ്താറിന് വേണ്ടി തുറക്കാൻ. പക്ഷേ ചിലപ്പോൾ കാണുന്നൊരു സംഗതിയാണ്, അതുകൊണ്ടാണ് ആ പറയുന്നത്. ചിലത് മുക്കരിക്ക മയക്കുമലി എന്താ പറയുക ഒരു കൊട്ടുമ്പോൾ തന്നെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, തുറക്കുന്ന ആളുകളുണ്ട്. അത് നോമ്പ് തുറക്കാൻ തിടുക്കം കാണിക്കണം, അത് സുന്നത്താണ്. അതിനെപ്പറ്റി ഹദീസുകളുണ്ട്, അല്ലെങ്കിൽ തുറക്കാൻ മനഃപൂർവ്വം വൈകിക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഹദീസുകളുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ വ്യക്തമായ സമയാവണ്ടേ? നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇന്നത്തെ കാലത്ത് ഒരു വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സുന്നത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നോമ്പ് തന്നെ കൊളാക്കി കളയണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. ഓരോ പള്ളിയിലും ഓരോ കലണ്ടറാണ്. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുബഹിൻ്റെ സമയത്തൊന്ന് വീടിൻ്റെ പുറത്ത് ഇറങ്ങി നിന്നാൽ മതി. നമ്മളെ പള്ളിക്കലെ ബാങ്ക് ഫുൾ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പള്ളിയിൽ തുടങ്ങുന്നത്. അപ്പള്ളിയിലെ ബാങ്ക് കഴിഞ്ഞിട്ടാണ് അടുത്ത പള്ളി തുടങ്ങി. ഇപ്പം ഇതെന്താ വ്യവസ്ഥ? സുബഹിൻ്റെ വക്തപ്പള ഓരോരുത്തർക്ക് ഓരോ അവരവരെ ഇഷ്ടക്കാരുടെ കലണ്ടറുകൾ അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ ബാങ്ക് കൊടുക്കുന്നതൊക്കെ. അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ അന്ധമായിട്ട് പള്ളിക്കാരൻ മുക്കരിക്കല്ലേ പള്ളിയിലെ ബാങ്കല്ലേ എന്ന് പറയുന്നതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. നമുക്കും വേണം ഒരു എന്താ പറയുക, ഒരു കോൺഷ്യസ് അല്ലെങ്കിൽ ഒരു അവബോധം നമുക്ക് വേണം. വ്യക്തമായ സമയം മനസ്സിലാക്കി വെക്കുകയും അതിനും ഒരു 10 മിനിറ്റ് മുമ്പ് ഇംസാക്ക് ഒന്നും കഴിക്കാതിരിക്കുക. 5:07 സുബഹി ബാങ്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് 4:55 5 മണിക്കെങ്കിലും ഒന്നും കഴിക്കാതിരിക്കലൊക്കെ തന്നെയാണ് ബുദ്ധി. എന്ത് ചെയ്യാനാണ്? അങ്ങനത്തെ ഒരു നമുക്കെന്തായിരുന്നാലും ചക്രവാളം നോക്കിയിട്ടും ഇത് നോക്കിയിട്ടുള്ള ആ കിതാബി പഠിച്ച സമയം നോക്കിയിട്ട് നമുക്കറിയില്ല. നമ്മൾ ആശ്രയിക്കുന്നത് ക്ലോക്കും കലണ്ടറൊക്കെ തന്നെയാണ് സമയങ്ങൾക്ക്. അപ്പോൾ പിന്നെ ഒരല്പം സൂക്ഷ്മത കാണിക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. ഇതുപോലെ തന്നെ നോമ്പ് തുറക്കാൻ പല പള്ളി, മുജാഹിദിൻ്റെ പള്ളിയിൽ നിന്ന് ഒരു സമയത്ത്, സുന്നിപ്പള്ളിയിൽ നിന്ന് ഒരു സമയത്ത്, അതിലെ ഓരോ വിഭാഗങ്ങൾ ഓരോ സമയത്ത് വ്യവസ്ഥ വേണ്ടേ? അതുകൊണ്ടൊരു ഒരു ബാങ്ക് കൊടുത്ത് തീരുന്നത് വരെ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഇത്രയും കാത്തിരുന്നല്ലേ. പിന്നെ അതുകൊണ്ടൊന്നും നിങ്ങളെ നരകത്തെ മുക്കി കൊല്ലാൻ പോണില്ല. അതല്ല ആ പറഞ്ഞ വസ്തുത. ഏത് തിടുക്കം കാണിക്കണം എന്ന് പറഞ്ഞത് സമയം അവിടെ മുമ്പ് ഓർമ്മ ഓർക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ സൂക്ഷ്മതയുടെ പേരിൽ സമയത്തിൻ്റെ വ്യക്തത കിട്ടാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഇതൊന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ടൊന്നും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ നോമ്പ് തുറന്നില്ല എന്നുള്ള കുറ്റക്കാരൊന്നും ആവില്ല. അല്ലെങ്കിൽ നോമ്പ് തുറക്കലിനെ വൈകിച്ചു എന്ന കുറ്റമൊന്നും നിങ്ങൾക്ക് വരില്ല. എന്ത് പരിപാടിയാണിത്? നോമ്പ് നമ്മൾ എല്ലാം കഴിച്ചതിന് ശേഷം വേറെ പള്ളിക്ക് നിന്ന് വാങ്ങി കൊടുക്കണം. അല്ലാഹു പറഞ്ഞിട്ട് ഈത്തപ്പഴം കഴിഞ്ഞ് കാരക്കം കഴിഞ്ഞ് തണ്ണിമത്തൻ ജ്യൂസും കുടിച്ച് കഴിഞ്ഞ് അപ്പണ്ട് ഒരാൾ വാങ്ങി കൊടുക്കണം. ഇതാണ് നമ്മുടെ നിങ്ങൾക്ക് ഇത് ഞാൻ പറയാണ്ടറിയേണ്ട കാര്യമല്ലേ? പിന്നെ എന്തിനാണ് ബാങ്ക് കൊടുത്തില്ല കഴിക്കണത്? പലയിടത്തും ചിലയിടത്തും ബാങ്ക് ഇഫ്താറിന് പോയിട്ട് കണ്ട സംഭവമാണ് ഈ പറഞ്ഞത്. മൊയിലേക്ക് ബാങ്ക് കൊടുക്കാൻ അവസരം കൊടുക്കണില്ല, വായിലേക്ക് വിഴുകണത്. ഇത്രയും കാത്തുന്നില്ലേ? പിന്നെന്തോ അല്പം വെയിറ്റ് ചെയ്താൽ ഇത്രയും നേരം വെയിറ്റ് ചെയ്തില്ലേ? പിന്നെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താലും നിങ്ങൾക്ക് ആണ് പറഞ്ഞത്. നോമ്പ് പിടിക്കുന്നുണ്ടല്ല പഠിച്ച റമദാൻ മാസം നമ്മ ഇതൊന്ന് പിടിച്ചെടുക്കണത്. അതെങ്ങനെയും റബ്ബൊന്നും സ്വീകരിച്ചിട്ടാണ്. അത് ചൊവ്വിന് ചെയ്തൂടെ? അപ്പോൾ മഗ്‌രിബിന് മുക്രി പള്ളിയുടെ മൈക്ക് ഓണാക്കുള്ളൂ, അപ്പുറത്തെ ഇവിടെ തുറക്കൽ കഴിഞ്ഞ്. അതിൻ്റെ കാര്യമില്ല. പലയിടത്തും കാണുന്ന സംഭവമാണ്. ചിലർ നോമ്പ് തുറക്കാൻ പോയാൽ ഒരു രക്ഷയില്ല. നമ്മ മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. സത്യത്തിൽ അത് നമുക്കൊരു ചമ്മലാണ്. ജമാഅത്ത് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കണതും ഒരു ഭംഗിയില്ലല്ലോ. നീ മാത്രം സൂക്ഷ്മത ഒരാളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാപ്പത്തൂലേ? സത്യം എന്താണ്? സത്യം നമ്മൾ സൂക്ഷ്മത ഭാഗണം. അത് സമയാവണ്ടേ? മുജാഹിദുകാരൻ നേരത്തെ കൊടുക്കും ബാങ്ക്. അപ്പോൾ അത് കേട്ടിട്ടും അതെന്തുകൊണ്ടാണ്? പാവപ്പെട്ട ആൾക്കാരിന് ബാങ്ക് ഇഫ്താറിന് വേണ്ടി വിളിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് കാരക്കട മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. വിളിക്കുന്ന ഒരാൾ. നമുക്ക് നമ്മുടെ അമലുകളെ സഹിഹാക്കാൻ
അത് അള്ളാഹുവിൻ്റെ അടുക്കൽ മക്ബൂലാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് മുക്രിക്കാക്കില്ല, ഒരാൾക്കുമില്ല. നമ്മളൊരു അമൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റബ്ബ് സ്വീകരിക്കാൻ പാകത്തിൽ അതിനെ ആക്കിയെടുക്കേണ്ട കടമയും ബാധ്യത ഒക്കെ നമുക്കാണുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ബാങ്കുകാരെ ഒന്നും ആശ്രയിക്കല്ലേ, അതിനെ മാത്രം അടിസ്ഥാനമാക്കല്ലേ, വ്യക്തമായ ബോധം വേണം. അതിലും മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റമദാൻ 1 സമയം, ഇംസാക്കിൻ്റെ സമയം, അതായത് സുബിഹി നമ്മൾ എല്ലാം നിർത്തേണ്ട സമയം, പിന്നെ ഇഫ്താർ, ഇതിങ്ങനെ ഗ്രാജുവലി മാറ്റം വരുന്നുണ്ട്. മൂപ്പര് അന്ന് കണ്ടുവച്ച സമയം കേട്ടാ, ഏത് 5:16 5:17 കണ്ടാണ് റമദാൻ 1 സുബിഹി വാങ്ങി കൊടുക്കണത്. അതാണ് മൂപ്പര് തലമണ്ടയിൽ ഉള്ളത്. ഇത് മാറി 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 ഇപ്പം 5-6 ഇത് ഈ ഓർമ്മ ഉണ്ടാവില്ല മൂപ്പർക്ക് അപ്പോഴും 5 വരെ തിന്നും. ഇതൊന്നുമല്ല പലപ്പോഴും പറയണമെന്ന് വെച്ചിട്ടേ നമുക്ക് പിന്നെ സദസ്സ് ആലം കൊലപ്പെടുത്താൻ പറ്റില്ലല്ല. ഇങ്ങനെ ഇരിക്കണ ഇത്തപ്പഴം പിടിച്ചിട്ട് കാരക്കയും പിടിച്ചിട്ട് എടുത്ത് തിന്നും. ആരാണ് കുട്ടികൾ തമാശക്ക് വാങ്ങിക്കുന്നുണ്ട്, മൊബൈലിൽ വിളി വരുന്നുണ്ട്, മൊബൈൽ വാങ്ങിക്കുമ്പോഴത്തേന് അടിച്ചു കയറ്റി. അങ്ങനെ എത്ര തിരക്കിട്ടില്ലെന്തിനാ അത്രയും മരിക്കാൻ കിടക്കണം മനുഷ്യൻ തിന്നാൻ വേണ്ടിയിട്ട്. നോമ്പ് എന്തായാലും ഇത്രയും മണിക്കൂർ പിടിച്ചില്ലേ, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ എന്താണ്? അതുകൊണ്ടാണ് പറയണത്. ഇത് എല്ലായിടത്തും പോയിട്ട് പരസ്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഞാൻ സത്യത്തിൽ സദസ്സാലം കൊലപ്പെടും. നോമ്പുറക്കാൻ വിളിച്ചു കൊടുത്ത് പിന്നെ നമുക്കിത് പ്രസംഗിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് എല്ലാവരോടും പറയണത് എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് 2 മിനിറ്റിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അത് മാത്രം തലേ കയറിയിട്ടുള്ളൂ. എങ്ങനെ പെട്ടെന്ന് തുറക്കണം എന്നുള്ള ആ വിഷയം മാത്രം കയറിയിട്ടുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ സിഹത്ത് ഒന്നും ബോധമില്ല. നിങ്ങളെ പറ്റിയല്ല പറയണത്, ഞാൻ കണ്ട ആൾക്കാരെ പറ്റിയാണ് പറയണത്. നിങ്ങളെല്ലാവരും നല്ലവരായിരിക്കും. ഒരു വിഷയം മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്, തിടുക്കം കാണിക്കണം നോമ്പുറക്കാൻ എന്നുള്ളത്. അപ്പം അതല്ല പറയണത്, ഒരൽപ്പം റിലാക്സ്ഡ് ആയിട്ട്. എനിക്ക് എന്നത് പറയുമ്പോൾ ദേഷ്യം വരേണ്ടതിന് ഇങ്ങനെ അല്ലത് പറയേണ്ടത്. പക്ഷെ നിങ്ങളെൻ്റെ അഹബാബിങ്ങളാണ്. നിങ്ങളുടെ അമല് നമ്മൾ പ്രാക്ക് തോന്നും, മഹാപ്രാക്ക് തോന്നും. അത്രയും നേരം പാവം വയസ്സായ കാരണവരൊക്കെ നോമ്പ് പിടിച്ചിരിക്കല്ലേ. ഏതോ ഒരു പള്ളിയിൽ നിന്ന് ആരോ ഒരാൾ കൊടുത്തതിനാണ് ഇവിടെ, എന്നിട്ട് വേണം നമ്മൾ അപ്പുറത്തെ പള്ളിക്ക് ഒന്ന് പിന്നെ വാങ്ങി കൊടുക്കാൻ. അപ്പം ബാങ്കല്ല, സമയം അവരാണ് അടിസ്ഥാനം. ഇപ്പോൾ സുബീയുടെ മൈരാൽ മുക്കുരിക്ക് കുറച്ച് നേരം പോയി കഴിച്ചാൽ അപ്പോഴും മുപ്പര് വാങ്ങി കൊടുക്കും. ഇവിടെ ഇംസാക്കിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ, സൗഹാർദ്ദത്തിൻ്റെ ഭാഷയിൽ, സമാധാനത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. സമയബോധം നമുക്ക് നന്നായിട്ട് വേണം നിസ്കാരത്തിന്, നോമ്പിൻ്റെ കാര്യത്തിൽ. എല്ലാ കൊല്ലവും പറയണമെന്ന് വിചാരിക്കുന്ന കാര്യമാണത്. എല്ലാ കൊല്ലവും പറയുന്നത്, എല്ലാ കൊല്ലവും കാണുന്ന സംഗതിയാണത്. ഞാൻ ശരിക്കും ഇങ്ങനെ ഞങ്ങളവിടെയൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാണ്ടല്ല, ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കൂല. 5:06 സുബിഹി ബാങ്ക് കൊടുത്തതിന് ശേഷം 5:20 സുബിഹി ബാങ്ക് കൊടുക്കണത് ഞാൻ കേട്ടിട്ടുണ്ട്. അറിയാം, 5:20 സ്റ്റാർട്ട് ചെയ്യുന്നു. അള്ളാഹു അപ്പുറത്ത് ആ സമയത്ത് ശരിക്കും കേൾക്കുമല്ലോ. ഞാൻ അങ്ങനെ നോക്കാറുണ്ട്, 5:20 ഇതാരാ ബാങ്ക് കൊടുക്കണത്. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മൾ റബ്ബിന് വേണ്ടി ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അത് റബ്ബ് സ്വീകരിക്കുന്ന രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ, റബ്ബിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് ആരുടെയും ചുമരിലോട്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഇട്ടിട്ട് കാര്യമില്ല. ഒരാളുടെ ഷോൾഡറിൽ നമ്മൾ ആ ഉത്തരവാദിത്തം ഇട്ടിട്ട് കാര്യമില്ല. അത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ആ ഉത്തരവാദിത്തം നല്ല നിലയിൽ നിർവഹിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.